ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, നമ്മുടെ ജീവിതത്തിൽ നാം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ആർക്കാണ്? നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കാണോ അതോ ദൈവത്തിനാണോ? പലപ്പോഴും നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾക്കും വാഗ്ദത്ത നിവൃത്തികൾക്കും വേണ്ടി നാം കാത്തിരിക്കുന്നവരാണ്. എന്നാൽ എത്ര പേരാണ് ആ ദൈവത്തിനായി, ദൈവത്തോട് ചേരുവാൻ, ആ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ, യേശുവിനോടുകൂടി യുഗായുഗങ്ങളായി വസിക്കുവാൻ, ആ ദൈവസന്നിധിയിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ എത്ര പേര് ആ ദൈവത്തിനായി കാത്തിരിക്കുന്നു? ദൈവം അങ്ങനെയുള്ളവരിൽ പ്രസാദിക്കും, ദൈവം അനുഗ്രഹിക്കും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വചനം നമുക്ക് വായിക്കാം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അതെ, ഒന്നാമത് യേശു കർത്താവ് ഭൂമിയിൽ വന്നത് അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ, അതായത് ഈ ഭൂമിയിലെ സകല മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. അപ്പോൾ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ വേണ്ടിയാണ് ഒന്നാമത് കടന്നു വന്നു എങ്കിൽ രണ്ടാമത് പ്രത്യക്ഷനാകുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാവരെയും ചേർക്കുവാനല്ല, ആർക്കൊക്കെ വേണ്ടി തൻ്റെ പാപങ്ങളെ ചുമന്നു, ആർക്കൊക്കെ വേണ്ടി തൻ്റെ ജീവനെ നൽകിയോ രക്തം ചിന്തിയോ അവരെയൊക്കെ വീണ്ടെടുക്കുവാനുമല്ല. അതെ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായാണ് വീണ്ടും യേശു പാപം കൂടാതെ പ്രത്യക്ഷനാകുന്നത്. പ്രിയ മക്കളെ, നാം യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് രക്ഷ പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു, സൗഖ്യം പ്രാപിച്ചു, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു, ഒക്കെ ശരിയാണ്. എന്നാൽ ആ യേശു കർത്താവിനായി നാം കാത്തിരിക്കുന്നില്ല എങ്കിൽ, ആ യേശുവിനെ നാം സ്നേഹിക്കുന്നില്ല എങ്കിൽ യേശു കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനാകും. ആ യേശു കർത്താവ് എപ്പോൾ വരും, എന്നെ ചേർക്കുവാൻ കടന്നു വരും എന്നൊരു ബോധ്യത്തോടെ നാം കാത്തിരിക്കുന്നില്ല എങ്കിൽ, കാത്തു നിൽക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയുകയില്ല. ആരാണോ കാത്തു നിൽക്കുന്നത്, അതും വ്യക്തമായി എഴുതിയിട്ടുണ്ട്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. യേശുവിനായി ആരാണോ കാത്തു നിൽക്കുന്നത് അവരെ ചേർക്കുവാനാണ് യേശു കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനാകുന്നത്. അതെ, യേശു കർത്താവ് പറഞ്ഞല്ലോ, മത്തായി സുവിശേഷത്തിലൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിയും, എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, അവ രോഗികളെ സൗഖ്യമാക്കി, ഒക്കെ ചെയ്യുക, അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ സംഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ. പക്ഷേ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. അതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷയല്ല ഫസ്റ്റ് പ്രയോറിറ്റി, നമ്മുടെ വാഗ്ദത്തങ്ങളല്ല ഫസ്റ്റ് പ്രയോറിറ്റി, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളല്ല ഫസ്റ്റ് പ്രയോറിറ്റി, നമ്മുടെ ഫാമിലിയല്ല ഫസ്റ്റ് പ്രയോറിറ്റി. ഒന്നാമത് നമുക്ക് ജീവൻ നൽകിയ യേശു കർത്താവ്, ആ കർത്താവിനെ എനിക്ക് കാണണം, ആ യേശു കർത്താവിനെ മുഖാമുഖമായി കണ്ട് ആരാധിക്കണം, യേശുവിനോടൊപ്പം വസിക്കണം. അതേ, മുറവിളിയില്ലാത്ത ദുഃഖമില്ലാത്ത നാട്ടിൽ യേശുവോടുകൂടെ യുഗായുഗങ്ങളായി വാഴണം എന്നുള്ള ചിന്തയോടുകൂടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ എന്ന് വചനപ്രകാരം ഇനിയും 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 അധികമായി ദൈവത്തോട് ചേരുവാൻ ആരാണോ കാംക്ഷിക്കുന്നത്, ദാഹിക്കുന്നത്, അവരെ ചേർക്കുവാൻ യേശു കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനാകും. നാം ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും, അതെ, നാം യേശുവിങ്കിൽ നിന്ന് എന്തൊക്കെ പ്രാപിച്ചാലും, ദൈവമക്കളെന്ന ലേബലിൽ നാം ജീവിച്ചാലും, കർത്താവിൻ്റെ വരവിങ്കൽ നാം എടുക്കപ്പെട്ടില്ല എങ്കിൽ നാം ഓടിയതും അധ്വാനിച്ചതൊക്കെ വൃഥാവായി പോകും. ആയതിനാൽ ഈ നാളുകളിൽ നാം കാത്തിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി, അതേ വാഗ്ദത്വങ്ങളൊക്കെ കർത്താവ് നമുക്ക് നൽകും. ഒന്നാമത് യേശു കർത്താവിൻ്റെ വരവിനായി, ആ യേശുവിൻ്റെ മടങ്ങി വരവിനായി നമുക്ക് കാത്തു നിൽക്കാമോ? ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവി വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം
ചെയ്യുന്നപ്പാ. വചനപ്രകാരം ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ വരവിനായി കർത്താവ് എപ്പോഴും കാത്തു നിൽക്കുന്നൊരനുഭവം ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, ഞങ്ങൾക്ക് നന്മകൾ, അനുഗ്രഹങ്ങൾ, വാഗ്ദത്ത നിവൃത്തികളൊക്കെ തരുന്ന ദൈവമാണ്. എന്നാൽ ഒന്നാമത് ആ ദൈവത്തിനായി ദാഹിക്കുവാൻ, ദൈവത്തിനായി കാക്ഷിക്കുവാൻ, കർത്താവ് അങ്ങേക്കായി കാത്തു നിന്നുകൊണ്ട് കർത്താവെ രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വരവിൻ്റെ പ്രത്യാശയാൽ ഞങ്ങളേവരും കർത്താവ് നിറയ്ക്കുമറകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഗുണമായി താഴ്ത്തുന്നു. കർത്താവ് എല്ലാവരും രക്ഷ പ്രാപിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ആത്മീയ ജീവിതം, ശരീരം, കുടുംബം, കർത്താവ് വിദ്യാഭ്യാസ, ഭാവി, കർത്താവ് ജോലി, ബിസിനസ് ഒക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോന്നി പ്രാർത്ഥന കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. May God bless you all. Maranatha.